ദൈവനാമം ഭൂതപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ദാവീദ് രാജാവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവം ബോധിച്ച ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി. ഇങ്ങനെയുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സ്വഭാവവിശേഷങ്ങളാണ് ദാവീദിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കണ്ടു, ഒന്നാമതായിട്ട് ദാവീദ് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്തിരുന്നു. രണ്ടാമതായിട്ട് ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ യഹോഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് മാനുഷ്യ ഭയമില്ലാത്ത ഒരു വ്യക്തി. നാലാമതായിട്ട് അധ്വാനശീലമുള്ള ദാവീദ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുന്നൊരു ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ ആ കൽപ്പനകൾ അനുസരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഇവിടെ നമുക്ക് കാണുന്ന യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം യാഗം കഴിക്കുന്നതോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് യാഗം കഴിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം. ഇതെല്ലാം നാം ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ദൈവത്തെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്യണം. ഇതിനേക്കാൾ എല്ലാ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് അനുസരണം എന്നുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കണം. കർത്താവ് ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കണം. മാത്രമല്ല അത് നിങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അവിടെ 6-ാം അധ്യായത്തിൽ അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്നത്, അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. അവ ആകയാൽ ഇസ്രായേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിൻ്റെ പിതാക്കന്മാരുടെ ദൈവം യഹോവ നിന്നോട് കൂടി അരുളി ചെയ്തതുപോലെ പാനും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണമെന്ന് വളരെ കർത്താവിന് നിർബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നുള്ളത്, ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നാം പ്രമാണിക്കണമെന്നുള്ളത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 2 ശമൂവേൽ 6-ന്റെ 3-ാം വാക്യത്തിൽ അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്നതിന് വേണ്ടി ദാവീദും ബാക്കി എല്ലാവരും കൂടി ദൈവത്തിൻ്റെ പെട്ടകം അതായിരുന്ന സ്ഥാനത്ത് നിന്നും ദൈവം അതിനൊരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദാവീദും ജനങ്ങളും കൂടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പെട്ടകം കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 6-ന്റെ 3-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹോവയും ആ പുതിയ വണ്ടി
വണ്ടി തെളിച്ചു. ഇവർ പുരോഹിതന്മാരായിരുന്നില്ല. ഉസ്സിയും ഈ വണ്ടി ഈ പെട്ടകം ചുമക്കേണ്ടതിന് ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുരോഹിതന്മാർക്ക് മാത്രമുള്ളൊരു ശുശ്രൂഷയായിരുന്നു പെട്ടകം ചുമക്കുക എന്നുള്ളത്. എന്നാൽ അന്ന് ദാവീദിന് അത് മനസ്സിലായില്ല. ദാവീദും ജനവും കൂടി ആ പെട്ടകം കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് നമുക്ക് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവർ സന്തോഷത്തോടും നൃത്തത്തോടും ആനന്ദത്തോടും കൂടിയൊക്കെയാണ് ആ പെട്ടകം കൊണ്ടുവന്നത്. എന്നാൽ സംഭവിച്ചത്, അവർ നാഹോൻ്റെ കളത്തിങ്കിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി യഹോവയുടെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ചെയ്ത നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസുസ്സ എന്ന പേർ വിളിച്ചു. അതിനുശേഷം ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടി എന്ന് അവൻ പറഞ്ഞ് ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്തനായ ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ അനേകം നാളുകൾ ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ ആ പെട്ടകം ഇരുന്നു. ദാവീദിന് അറിയാമായിരുന്നു പെട്ടകം അതിരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനത്ത് വെക്കണം. അതിന് ചില ചട്ടങ്ങളും പ്രമാണങ്ങളുമെല്ലാം ഉണ്ട്. അതനുസരിച്ച് ആ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നിരുന്നെങ്കിൽ അപകടം സംഭവിക്കുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടത് ആവശ്യമാണെന്ന്, ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രമാണിക്കേണ്ടത് ആവശ്യമാണെന്ന് ദാവീദ് രാജാവിന് മനസ്സിലായി. അപ്പോൾ പിന്നെ ദാവീദ് ആ പെട്ടകം കൊണ്ടുവരുന്നതിന് വേണ്ടി രണ്ടാമത് ആ പെട്ടകം വന്നപ്പോൾ എല്ലാ കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 ദിനവൃത്താന്തം 15-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. അന്ന് ദാവീദ് പറയുന്ന കാര്യമാണത്. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിൻ്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ പെട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് എല്ലാ ഇസ്രായേലിനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്നു. അതെ, ദൈവത്തിൻ്റെ ചട്ടപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ആൾക്കാരൊന്നുമല്ല ചുമന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് 13-ാം വാക്യത്തിൽ, നിങ്ങൾ തന്നെ അത് ചെയ്യായകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദം വരുത്തി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അങ്ങനെ എന്നാൽ രണ്ടാമതത് ചെയ്തപ്പോൾ അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പെട്ടകത്തെ അതിൻ്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. അങ്ങനെ ആ പെട്ടകം ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നു. ദൈവം അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിൻ്റെ അകത്ത് വെച്ചു. ഇവിടെ നമുക്ക് കാണപ്രകാരം ആ ചട്ടപ്രകാരം നിയമപ്രകാരം കൽപ്പന അനുസരിച്ച് ദാവീദിൻ്റെ ജീവിതം ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ദാവീദിൻ്റെ അനേകമുള്ള ജീവിതത്തെ നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കൂടാരം കൊണ്ടുവച്ചതിന് ശേഷവും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു. അവിടെ യഹോവയുടെ നാമത്തിൽ സന്തോഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ കണ്ടത്, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഹോമയാഗങ്ങളും അകൃത്യാഗങ്ങളും ഒക്കെ അർപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമായത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് എന്ന് നാം കണ്ടു. ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് എങ്ങനെ ദൈവത്തിന് ബോധിച്ച വ്യക്തി എങ്ങനെ ദാവീദായിത്തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അതിൻ്റെ വിധികളും അതുപോലെ പ്രമാണിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം
ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ ബൈബിൾ തന്നിട്ടുണ്ട്, വേദപുസ്തകം തന്നിട്ടുണ്ട്. അതിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നാം പ്രമാണിക്കേണ്ടവരാണ്. അതിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നാം പ്രമാണിക്കണമെങ്കിൽ അത് നമുക്ക് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ വചനം അറിയുന്നില്ല എങ്കിൽ അത് പ്രമാണിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം അറിയണം. അറിയുന്നതിനായിട്ട് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം വായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം 3 അധ്യായം വീതം വായിച്ചാൽ ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം വായിച്ചു തീർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിച്ചു തീർക്കുകയും മാത്രമല്ല പഠിക്കുകയും ധ്യാനിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിലും നമുക്ക് ഇരിക്കുകയും അതനുസരിച്ച് നമുക്ക് പ്രമാണിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.